ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇപി വ്ളോഗ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വീണ്ടും നമ്മൾ കൊച്ചിയിലെത്തിയിരിക്കുകയാണ്. ഈ പ്രാവശ്യം നമ്മൾ കൊച്ചിയിൽ വന്നതിന് കാര്യമായിട്ട് ചില കാരണങ്ങളുണ്ട്. നമുക്ക് അത്രമേൽ പ്രിയപ്പെട്ട ചില ആളുകളെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ പ്രാവശ്യം കൊച്ചിയിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അവരെ കാണാൻ പോകുന്ന ആ വീഡിയോ ആണ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്ഡേറ്റ് ആയിട്ട് ഇങ്ങനെ വരും. പിന്നെ അൽഹംദുലില്ലാ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. നമ്മുടെ വീഡിയോ ക്ലാരിറ്റി പോരാന്ന് പറഞ്ഞാണ്ട് കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അത് 100% നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമായിരുന്നു. അത് നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അൽഹംദുലില്ലാ ഒരു ഐഫോൺ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ആ സന്തോഷ വാർത്ത കൂടി നിങ്ങളെല്ലാവരും അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ട്രെയിനും ബസ്സും ഒക്കെ കയറി ഇറങ്ങി നമ്മളെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഇത് എറണാകുളം കാക്കനാട് അടുത്തുള്ള വായക്കാല ജംഗ്ഷനിലേക്കൊന്ന് പോയി വരാമെന്ന് ഒരു വിധപ്പെട്ട മലയാളികളൊക്കെ, അതായത് നമ്മുടെ ഈ സീരിയൽ രംഗത്ത് ഒരു വിപ്ലവകരമായ മാറ്റം എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റണ, നമ്മുടെ ഫാമിലികളൊക്കെ സംഭവിക്കുന്ന അങ്ങനെ അത് കൊടുക്കുന്ന ഒരു സീരിയലുണ്ട്, നമ്മളെ ഉപ്പുമുളകും. ആ ഉപ്പുമുളകിൻ്റെ ആ ഒരു ഷൂട്ടിംഗ് സെറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. എത്ര പെങ്ങളോട് പറയാം, നമ്മളിങ്ങനെ സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും കാണാനുള്ളതല്ലേ. അപ്പോൾ ആ ഉപ്പുമുളകിൻ്റെ സീരിയലിൻ്റെ ലൊക്കേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ വായക്കാട് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് സ്ഥലം എന്ന് അറിയാം. ഇനി നമ്മളെ ആൾ വന്നിട്ട് വേണം, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതാണ് നമ്മൾ പറഞ്ഞ വായക്കാല. ഈ വായക്കാല ഇപ്പോൾ ഈ SBIൻ്റെ ഇതാണ് നമ്മൾ പറഞ്ഞെടുത്തത്. ഇവിടെ നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉള്ള 1-2 ആൾക്കാരോട് ഞാനിപ്പോൾ വെറുതെ ചോദിച്ചു ഉപ്പുമുളകിൻ്റെ ലൊക്കേഷൻ എവിടെയെന്ന്. മൂപ്പർക്ക് സർപ്രൈസ് കൊടുക്കാൻ വെച്ചിട്ട്. പക്ഷെ ഇവർക്കൊന്നും അറിയില്ല. ചിലപ്പോൾ ഞാൻ ചോദിച്ച ആളുകൾ മാറിയതേക്കാരം. അത് എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ലല്ലോ. അതിനെക്കുറിച്ചൊരു അറിയാത്ത ആൾക്കാരോടൊക്കെയാണ് ചിലപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ടാവാം. അപ്പോൾ എന്തായാലും നമ്മുടെ പയ്യൻ വരുന്നത് വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കാനാ. അപ്പോൾ വായക്കാലം ഉള്ളോട്ട് പോയിക്കാണ്ടാണ് നമ്മൾ ഈ ലൊക്കേഷനിലേക്കുള്ള വഴി. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഈ ഒരു കാർഗിൽ റോഡ് കാണാം. ആ റോഡ് തിരിയരുത്. മനാത്ത് കുറ്റിക്കാട് റോഡ് കാണും. ആ റോഡും തിരിയരുത്. നമ്മൾ നേരെ പോകണം. ഒരു മീഡിയ കംപ്ലീറ്റ് സ്റ്റുഡിയോ, ഒരു നേതാജി റോഡ്. ആ റോഡൊന്നും കയറാതെ നമ്മൾ ഡയറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് നമ്മളിങ്ങനെ പോകുന്നത്. ഒരു 3 വളവുണ്ട്. ടോട്ടൽ 3 വളവാണുള്ളത്. ഫ്രണ്ട്സ് ലൈൻ റോഡ്, ആ റോഡ് നമ്മൾ കയറണം. നമ്മൾ സ്ട്രൈറ്റ് ഇങ്ങനെ പോകുന്നത്. നീമറ്റ് റെസിഡൻസി, അതുമല്ല ആമിനാത്തതിൻ്റെ ടൈലറിങ് കട ഉണ്ട്. അങ്ങനത്തൊന്നും നമ്മൾ കയറണം. നമ്മൾ നേരെ പോവുകയാണ്. യെസ്, നമ്മൾ ഏകദേശം എത്തിക്കഴിഞ്ഞു. അർജന്റീനേൻ്റെ കൊടിയൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുമ്പ് ബ്രസീലിൻ്റെ കൊടി ഉണ്ടായിരുന്നു. ഇതിൻ്റെ കൊടിയൊക്കെ ഉണ്ട്. കാരണം വെക്കാം, ഞങ്ങൾ പോർച്ചുഗലിൽ മാത്രമല്ല. എഞ്ചിനീയേഴ്സ് കോളേജിൻ്റെ അടുത്താണല്ലോ. നല്ല ഉള്ളിലേക്ക് കാണാൻ ലൊക്കേഷൻ. മൂലേപ്പാടൻ നിവാസികൾക്ക് എന്തോ പ്രശ്നമുണ്ട്. അവിടെ ഉള്ള ആളുകളോട് കണ്ണ് തുറക്കാൻ പറഞ്ഞു കാണുള്ള കുറേ ബോർഡുകൾ ഇപ്പം നമ്മൾ കുറേ ഈ പോരുന്ന ബൈക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഗായ്സ്, നമ്മളിതാ ലൊക്കേഷനിലേക്ക് കയറി കഴിഞ്ഞു. അസീദിൻ്റെ വീടിൻ്റെ അടുത്താണ് നമ്മൾ ലൊക്കേഷൻ. പ്രൈവറ്റ് റോഡ്, അനുവാദം കൂടാതെ പ്രവേശിക്കാൻ പറ്റില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഉപ്പുമുളകും കാണുമ്പോൾ ഈ കാണാറുണ്ട്. പാറമടയിലേക്ക് വലിച്ചെറിയാണ്. ഇതാണ് ആ പാറമട. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മളെ പാറമട വീട്. ഈ ഒരു ഗേറ്റിൻ്റെ ഇവിടെ വരെ വന്ന് കണ്ടൊക്കെയാണ് നമ്മൾ പാറക്കുട്ടി ഇവരൊക്കെ ഇങ്ങനെ ഓരോന്ന് വെയിറ്റ് ചെയ്യൽ കാര്യങ്ങൾ. ഇതൊക്കെ അവരൊരു ഇരിക്കുന്ന സ്ഥലം, ആ ഒരു ചെയറ് കാര്യങ്ങൾ, നല്ല അടിപൊളി വീട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ള് സെറ്റാണ് ഇവിടെ. മരങ്ങൾ ഇതൊക്കെ ഉണ്ട്. നമ്മൾ അൽസാബിത്താണ് ഇപ്പോൾ നടന്നു പോയത്. അവിടെ ഷൂട്ടിങ് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അകത്ത് കൂടുതലായിട്ട് കയറിയാൽ അതൊരു ഔചിത്യമല്ലാത്തതായിരിക്കും. നമ്മളിപ്പോൾ എടുക്കുന്ന സ്വാതന്ത്ര്യത്തിന് വരെ അത് ബാധിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് തൽക്കാലം നമ്മൾ ഇപ്പോൾ വീട് കാര്യങ്ങളൊക്കെ ഉണ്ടില്ലേ, ഉള്ളിലേക്ക് വൈകാതെ തന്നെ നമ്മൾ പോവും. അതിനുള്ള പെർമിഷൻ അവർ തരാൻ തന്നെ ഏറ്റിട്ടുണ്ട്. പിന്നെ നമ്മളിങ്ങനെ പാറമട എന്ന് കേട്ടിട്ടില്ലേ, ആ പാറമടയും കൂടി നമുക്കൊന്ന് കാണാം. ഇതിന് പാറമട വീട് എന്ന് പറയുന്നുണ്ട്. ചിലയിടത്തൊക്കെ വെറുതെ
ഒരു പേരുണ്ടല്ലേ കാരണം, പക്ഷേ ഇതങ്ങനല്ല. അവർ മീൻ പിടിക്കുന്ന കുട്ടികളൊക്കെ പോകരുത് എന്നൊക്കെ പറയുന്ന ഒരു പാറമട ഉണ്ടല്ലോ, ആ പാറമടയാണിത്. ഈ പാറമടയോട് ചേർന്ന് കിടക്കുന്നത് കൊണ്ടാണ് നമ്മുടെ വീടിന് പാറമട വീട് എന്നുള്ള പേര് വന്നത്. സംഗതി ഫുള്ള് സെറ്റ് വൈബ് ഏരിയയാണ്. ഇപ്പോൾ അവരവിടെ പഠിച്ചുകൊണ്ടിരിക്കുക ആയതുകൊണ്ട് മാത്രമാണ് നമുക്കിപ്പോൾ ഇത് ചെയ്യാൻ പറ്റാതിരുന്നത്. പക്ഷേ വൈകാതെ തന്നെ അവിടെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ മുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിലൂടെ എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്കും ഫോണിലൂടെയും കാണാൻ പറ്റുന്നുണ്ട്. അവിടെ ഒരു കൈ ഇങ്ങനെ കണ്ടില്ലേ, അതവിടെ മേക്കപ്പ് ചെയ്യണം. ആ കാണുന്ന കാറാണ് നിഷ ചേച്ചിൻ്റെ കാറ്. നിഷ സാരൻ നമ്മുടെ നീലുവായി അഭിനയിക്കുന്ന. അങ്ങനെ നമ്മൾ കുറേ മുമ്പ് തന്നെ നമ്മൾ ചക്കപ്പായത്തിൻ്റെ എപ്പിസോഡുകൾ ഷൂട്ട് ചെയ്തിരുന്ന സമയത്ത് നമ്മൾ ഫ്രണ്ട്സൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഉപ്പും മുളകും നമ്മൾ വൈകാതെ ഷൂട്ട് ചെയ്യും എന്നുള്ളത്. അങ്ങനെ കുറച്ച് കാലം ഉപ്പും മുളകും ഇല്ലാത്തൊരു രീതിയിലൊക്കെ വന്നു. പക്ഷേ ഉപ്പും മുളകും 2 വീണ്ടും അവർ പതിവിലെ ആവേശത്തോട് കൂടിയിട്ട്, നമ്മളെന്താ പറയുക, രസകരമായ കുറേ മുഹൂർത്തങ്ങളോടൊക്കെ കൂടിയിട്ട് ഉപ്പും മുളകും 2 വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഉപ്പും മുളകിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനും കാര്യങ്ങളും അതിലേക്കുള്ള വഴികളും കാര്യങ്ങളൊക്കെയാണ് കണ്ടത്. പക്ഷേ ഇത് ഇവിടെ അവസാനിക്കുന്നില്ല. വേറെ അധികം വൈകാതെ തന്നെ നമ്മളെ ഇപ്പോൾ പിന്നാമ്പുറം കണ്ടില്ലേ, ഇനി അകക്കാഴ്ചകൾ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായി ഇതിൻ്റെ ബാക്കിയുമായി വളരെ വൈകാതെ തന്നെ നമ്മൾ വരും. അപ്പോൾ സ്റ്റേ ട്യൂൺ, സ്റ്റേ സേഫ്. EP വ്ളോഗ്സ് സൈനിങ് ഓഫ്.